ഗ്രാമപഞ്ചായത്തിനെതിരെ കോൺഗ്രസ് നടത്തുന്ന സമരം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു. മാലിന്യ പ്രശ്നങ്ങൾ ഊർജിതമായി പരിഹരിച്ചു വരുന്നു. 46 ഹരിതകർമ്മ സേനാംഗങ്ങളും 6 ശുചീകരണ തൊഴിലാളികളും ഈ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. മാസം തോറും 2500 കിലോ പ്ലാസ്റ്റിക് മാലിന്യം ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുന്നുണ്ട്. ഓടയിലൂടെ ഒഴുകുന്ന ദ്രവമാലിന്യം ഫിൽട്ടർ ചെയ്യുവാൻ 1,40,00,000 രൂപയുടെ വൻ പദ്ധതി ഒരു സർക്കാർ ഏജൻസി പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ലൈഫ് ഭവന പദ്ധതിയിൽ ഇതിനോടകം 419 വീടുകൾ അനുവദിച്ചു കഴിഞ്ഞു. വളരെ സുതാര്യമായി അതിന്റെ പ്രവർത്തനങ്ങളും മുന്നോട്ടു പോകുന്നു. തൊഴിലുറപ്പിൽ 4 കോടി രൂപ ചെലവഴിച്ചും 1,35,193 തൊഴിൽ ദിനങ്ങൾ നൽകിയും ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ പണിയെടുത്തും ജില്ലയിൽ തന്നെ മുൻനിരയിൽ മുണ്ടക്കയം പഞ്ചായത്ത് പ്രവർത്തിക്കുന്നു. വരുന്ന 29-ാം തീയതി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിനെതിരെ ഒരു പ്രതിഷേധ പരിപാടി ഉണ്ട് എന്നറിഞ്ഞു. പ്രധാനമായിട്ടും അവർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ തൊഴിലുറപ്പ് പദ്ധതി മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് അട്ടിമറിക്കുന്നു, മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല, അതുപോലെ തന്നെ ലൈഫ് മിഷൻ പദ്ധതി അട്ടിമറിക്കുന്നു എന്നുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. നിലവിൽ കാഞ്ഞിരപ്പള്ളി ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ, കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നൽകിയിട്ടുള്ള പഞ്ചായത്താണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 4 കോടി രൂപയുടെ പദ്ധതി ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട്. ഏകദേശം 1,35,193 തൊഴിൽ ദിനങ്ങൾ നൽകിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് തൊഴിലാളികളുള്ള പഞ്ചായത്താണ്. കേന്ദ്ര സർക്കാരിൻ്റെ ചില നിയമങ്ങൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള പകപോക്കൽ കേരളത്തിൽ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ടും ആവിഷ്കരിച്ചിട്ടുള്ള ചില നിയമങ്ങൾ അത് തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങൾ കുറയ്ക്കുന്നതിനും അവർക്ക് ലഭിക്കുന്ന കൂലി 363 രൂപ അവരുടെ തൊഴിലിനനുസൃതമായിട്ട് ലഭിക്കാത്ത രീതിയിലുമാണുള്ളത്. നമ്മുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുള്ള ആ ലക്ഷ്യം നടപ്പിൽ വരുത്താൻ പറ്റാത്ത രീതിയിൽ തൊഴിൽ നിയമങ്ങൾ കൊണ്ടുവന്നത് അത് കേന്ദ്ര സർക്കാരിൻ്റെ ചില നടപടികളാണ് എന്ന് അറിഞ്ഞിരുന്നുകൊണ്ട് തന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ട് മുണ്ടക്കയം പഞ്ചായത്താണ് തൊഴിലുറപ്പ് നിയമങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നതെന്നും തൊഴിൽ ദിനങ്ങൾ കുറഞ്ഞതെന്നും എന്നുള്ള ആക്ഷേപമാണിത്. നിലവിലെല്ലാ വാർഡുകളിലും ലഭ്യമായിട്ടുള്ള പറമ്പുകളിൽ തൊഴിൽ ദിനങ്ങൾ നൽകുന്നതിന് ഈ ഓഫീസ് കേന്ദ്രീകരിച്ച് നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. NNMS വഴി ജിയോ ടാഗ് ചെയ്യുന്നതിനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അത് എല്ലാ തൊഴിലാളികൾക്കും എല്ലാവർക്കും തന്നെ അത് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ അളവിനനുസരിച്ച് കൂലി വരുന്നത്, ഒരേ പറമ്പിൽ 3 വർഷത്തിനുള്ളിൽ ചെയ്ത പ്രവർത്തനങ്ങൾ വീണ്ടും അവിടെ ചെയ്യുന്നതിനായിട്ടുള്ള നിയന്ത്രണങ്ങൾ, ഇതെല്ലാം കൊണ്ടാണ് തൊഴിൽ ദിനങ്ങൾ നഷ്ടമാകുന്നത്. ഇത് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. എന്നിട്ടും ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നതിന് എന്താണ് കാരണം? ശരിക്കും രാഷ്ട്രീയ പ്രബുദ്ധതയോടുകൂടി തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലുറപ്പ് നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയാണ്, പ്രതിഷേധമുയർത്തുകയാണ് വേണ്ടത്. മറ്റൊരു കാര്യം മാലിന്യ നിർമ്മാർജ്ജനമാണ്. മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് 21 വാർഡുകളിലും 46 ഹരിതകർമ്മ സേന അംഗങ്ങളുണ്ട്, 42 മിനി MCFകളുണ്ട്, പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് MCF ഉണ്ട്. ഇവിടെ നിന്നെല്ലാം കളക്ട് ചെയ്യുന്ന ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങൾ കലണ്ടർ വെച്ച് തന്നെ കളക്ട് ചെയ്ത് ജൈവ മാലിന്യവും അജൈവ മാലിന്യവും ക്ലീൻ കേരള കമ്പനിക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ടൗൺ കേന്ദ്രീകരിച്ച് മാലിന്യം ഉള്ളത് നമ്മുടെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എന്നുള്ള ഒരു പദ്ധതി കൊണ്ടുവരികയും അതിൻ്റെ എറണാകുളം കേന്ദ്രീകരിച്ചുള്ള അക്വാടെക് കമ്പനിയാണ് അത് കഴിഞ്ഞ പ്രാവശ്യം ടെൻഡർ എടുത്തിരുന്നത്. അപ്പോൾ അവർക്ക് ഗ്രേ വാട്ടർ മാനേജ്മെൻറ്റിൻ്റെ സാങ്കേതികവിദ്യ ഇല്ലാത്തതിനാൽ ഗ്രേ വാട്ടർ ഈ ടൗണിൽ നിന്ന് ഒഴുകുന്ന മലിനജലം നേരെ മണിമലയാറ്റിലേക്കാണ് എത്തുന്നത്. അത് കഴിഞ്ഞ UDF ഭരണസമിതി ഇരുന്ന സമയത്താണ് ബൈപ്പാസിൻ്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. ആ നിർമ്മാണത്തിൽ വന്നിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള മുൻകാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു നിർമ്മാണമല്ലായിരുന്നു. അതുകൊണ്ടാണ് ബൾക്കായിട്ട് തന്നെ മലിനജലം മണിമലയാറ്റിലേക്ക് വരുന്നതും നമ്മുടെ പല കുടിവെള്ള പദ്ധതികളും ഈ മണിമലയാർ കേന്ദ്രീകരിച്ചാണുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നിയന്ത്രണങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയെ പുറകോട്ടടിക്കാനുള്ള ശ്രമങ്ങളെ ഒരുമിച്ച് എതിർക്കേണ്ടതാണ്. UDF ഭരണത്തിൽ തുടങ്ങിവെച്ച ടൗണിലെ ഷോപ്പിംഗ് കോംപ്ലക്സ്
കൃത്യമായി രേഖകൾ സമർപ്പിക്കാതിരുന്നതിനാൽ കോടതി നടപടികളിലാണ്. അത്തരം പ്രശ്നങ്ങളും പരിഹരിച്ചു വരുന്നതായും ഭരണസമിതി അറിയിച്ചു. മറ്റൊരു വിഷയം ലൈഫ് മിഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം കൊണ്ടുവന്നിട്ടുള്ള ലൈഫ് മിഷൻ പദ്ധതിയിൽ പൂർണ്ണമായും അഴിമതിരഹിതമായിക്കൊണ്ട് തന്നെ, ബാഹ്യ ഇടപെടൽ ഒഴിവാക്കിക്കൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി അർഹരായിട്ടുള്ളവരെ ഉൾപ്പെടുത്തുന്നതാണ് ലൈഫ് മിഷൻ്റെ പ്രത്യേകതയെന്ന് പറയുന്നത്. അപ്പം നിലവിൽ ലൈഫിൻ്റെ പദ്ധതി നല്ല രീതിയിൽ തന്നെയാണ് പോയിട്ടുള്ളത്. ലൈഫ് പദ്ധതിക്ക് വേണ്ടിയിട്ട് സർക്കാർ വകയിരുത്തുന്ന തുക ലഭ്യമാക്കിക്കൊണ്ട് തന്നെ ആ ഫണ്ടിലെ ലഭ്യത അനുസരിച്ച് ആൾക്കാർക്ക് ലൈഫ് മിഷൻ്റെ വീടുകൾ കൊടുക്കുന്നുണ്ട്. വീട് സ്ഥലവും ഇല്ലാത്തവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ യാതൊരു അഴിമതിയും ഇല്ല. ഈ 3 വിഷയങ്ങളാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ കാര്യം UDF ഭരണസമിതിയുടെ കാലത്താണ് വ്യക്തമായിട്ടുള്ള രേഖകളില്ലാതെയുള്ള നിർമ്മാണം ഇവിടെ നടത്തിയിട്ടുള്ളത്. അതിനെതിരെ കേസ് നിലനിൽക്കുകയാണ്. അതിൻ്റെ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് ചില വ്യക്തികൾ കൊടുത്തിട്ടുള്ള കേസ് കോടതിയിലാണ്. അപ്പോൾ അത് പഞ്ചായത്ത് ഇടപെട്ട് കൃത്യമായ രേഖകളിൽ കൃത്യമായ ഇടപെടൽ നടത്തി മുന്നോട്ട് പോകുന്നുണ്ട്. അത് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന് വീണ്ടും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവന്ന് അത് കേസ് ഒഴിവാക്കി, കേസ് എങ്ങനെയാണോ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി അത് പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് അതിൻ്റെ പ്രവർത്തനം കൊണ്ടുപോകാനായിട്ട് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. പ്രതിഷേധത്തിന് വേണ്ടിയിട്ട് പ്രതിഷേധം വയ്ക്കാതെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ശരിക്കും തൊഴിലുറപ്പ് എന്ന് പറയുന്നത് എവിടെയാണ്, ആരാണ് ഈ നിയമം ജനങ്ങൾക്ക് അനുകൂലമല്ലാത്തൊരു നിയമം കൊണ്ടുവന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് അവർക്കെതിരെ പ്രതിഷേധിക്കുന്നതിന് പകരം രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തുകൾക്കെതിരെ ഇങ്ങനെ വരുന്നതിനോട് യോജിക്കുന്നില്ല. 173 കോടി രൂപ ചെലവിട്ടുള്ള ജലജീവൻ പദ്ധതി, 5 കോടി രൂപയുടെ തിലകൻ സ്മാരക സാംസ്കാരിക നിലയവും ടൗൺ ഹാളും നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. ബൈപ്പാസിൽ ഓപ്പൺ ജിം നടന്നു വരുന്നു. 1 കോടി രൂപയുടെ പുത്തൻചന്ത സ്റ്റേഡിയം, മിനി സിവിൽ സ്റ്റേഷൻ എന്നിവ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. ഗ്രാമീണ റോഡുകൾ കൃത്യമായി പരിപാലിച്ചു വരുന്നു. ഏത് വിധത്തിലുള്ള സമ്പാദങ്ങളെയും പൊതുവെ സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് ഉള്ളത്. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ 21 വാർഡിലും ഒരേപോലെ ഫണ്ട് ഡിവൈഡ് ചെയ്താണ് ഇതേവരെ നമ്മുടെ പ്രവർത്തനങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഭരണകക്ഷിക്ക് മാത്രമായി ഫണ്ട് കൂടുതൽ വിഹിതം മാറ്റിവെച്ച് വികസന പ്രവർത്തനം നടത്തുമ്പോൾ ഞങ്ങളുടെ പൊതു കാഴ്ചപ്പാട് പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലകളിലും കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ഫണ്ടിൻ്റെ വിനിയോഗം നടക്കണം, വികസനം നടക്കണം എന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഗ്രാമീണ റോഡുകളും ഗതാഗത യോഗ്യമാക്കാനും പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ആരെയും ഒഴിവാക്കി നിർത്താത്തയും ഒരു സമീപനമാണ് സ്വീകരിച്ചു വരുന്നത്. അതോടൊപ്പം തന്നെ ബൃഹത്തായ വലിയ പദ്ധതികൾ ഏറ്റെടുത്താണ് നമ്മുടെ പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഫണ്ട് ചെലവഴിച്ചു വരുന്ന മുണ്ടക്കയം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ രാഷ്ട്രീയ പ്രേരിതമായ കോൺഗ്രസ് സമരം ജനങ്ങൾ തിരിച്ചറിയുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് അറിയിച്ചു.